അഭിനന്ദനം ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ. ഇങ്ങനെ നിലപാടുകൾ ഉറച്ചു പറയാൻ ആർജവം കാണിക്കണം അങ്ങ് വഴങ്ങിക്കൊടുക്കുമ്പോഴാണ് ചില ദുർബല ചിത്രശക്തികൾ പല കോർണറുകളിൽ നിന്ന് പല ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക. ഒരു സംഘടന എന്ന അതിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ഹാർമോണിയസായി കൊണ്ടുപോകുമ്പോഴും അതിനുമേൽ ഉയരുന്ന ഒരു ശബ്ദം ബാക്കി ശബ്ദങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കണം. അങ്ങനെ കരുത്തോടെ നിലപാട് പ്രഖ്യാപിക്കണം. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം മുക്കം ഉമർ ഫൈസിയുടെ അസ്വസ്ഥത വളരെ കൃത്യമായും വ്യക്തമായും മാറ്റിക്കൊടുത്തു. വളരെ കൃത്യമായ നിലപാട് പറഞ്ഞു. ദേ കേൾക്കാം ആ നിലപാട്. മുസ്ലിം ലീഗ് വർഷങ്ങൾക്ക് ശേഷം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. പത്രമാധ്യമങ്ങളിൽ പല വാർത്തകളും വരുന്നു. സമസ്ത എതിർത്തു, സമസ്തയുടെ യോജിപ്പ് വിയോജിപ്പ്. ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തണമോ നിർത്തണ്ടേ എന്നുള്ളത് അവരുടെ ഒരു ആഭ്യന്തരമായ പ്രശ്നമല്ലേ? അതിൽ സമസ്ത ഇടപെടേണ്ടതുണ്ടോ? അല്ല, അത് ഇപ്പൊ ചോദിച്ചാല് പിന്നെ വനിതാ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സമസ്ത അങ്ങനെയൊക്കെ പല ഇതുകൂടെ കേട്ടു. സമസ്ത കണ്ണുരുട്ടി, അപ്പൊ പേടിച്ചു നോക്കെ. അങ്ങനെ സമസ്ത അങ്ങനെ കണ്ണുരുട്ടിയിട്ടൊന്നുമില്ല. സമസ്തയിൽ പെട്ട ആരെങ്കിലും അതിന്റെ മതപരമായ വീക്ഷണങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അതോടുകൂടി തന്നെ മുസ്ലിം ലീഗ് എന്നുള്ളത് ഒരു സെക്യുലർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു മതത്തിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പാർട്ടിയല്ല. മതത്തിന്റെ മുസ്ലിം എന്നുള്ള പേരുണ്ടെങ്കിലും മുസ്ലിങ്ങളെ മാത്രം അവകാശങ്ങൾ നേടിയെടുക്കുന്ന പാർട്ടിയല്ല. മുസ്ലിങ്ങളെയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയൊക്കെ അവകാശങ്ങൾ പ്രത്യേകം നേടിയെടുക്കുക. അതോടൊപ്പം ഈ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവവും ഇന്ത്യ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത്. അപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിലപ്പോ സംവരണ സീറ്റിൽ നിർബന്ധമായിട്ട് പരിഗണിക്കേണ്ടി വരും. അതാണ് പഞ്ചായത്തുകളിലൊക്കെ കാണുന്നത്. അതല്ലാതെയും ചിലപ്പോൾ പരിഗണിക്കേണ്ട ഒരു പ്രത്യേക ഘട്ടങ്ങൾ അവർക്ക് ഉണ്ടാവാം. മനസ്സിലായില്ലേ? അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് ഉള്ള അതിന്റെ ഒരു ശക്തി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടിനെ പരിഹസിക്കപ്പെടുകയോ അങ്ങനത്തെ ഒക്കെ പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ നിലക്ക് പരിഗണിക്കപ്പെടേണ്ട ചില സന്ദർഭങ്ങളിൽ അവർ പരിഗണിച്ചാൽ അത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റൂല. ഇതാണ് കൃത്യമായ നിലപാട് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞാൽ സംഗതി തീർന്നു. ഇല്ലെങ്കിൽ മുക്കം ഉമർ ഫൈസി മൂപ്പിച്ച് പിടിച്ച് വീണ്ടും 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 ഓരോന്ന് പറയും. കാരണം പുള്ളിക്ക് ചില ഇരകളെ കിട്ടിയിട്ടുണ്ട്. ആ ഇര കിട്ടുന്നതോടുകൂടി അദ്ദേഹം അതിൻ്റെ ജോലിയുമായി ഇറങ്ങി ഇതെല്ലാം കലക്കി മറിച്ച് തീർക്കാൻ കരാറെടുത്തതുപോലെ പലതും പറഞ്ഞു എന്ന് വരും. അവിടെയൊക്കെ ഇതുപോലെ ഉറച്ച നിലപാട് പറയണം. ഇതാണ് ശരിയായ കാഴ്ചപ്പാട്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരു സമൂഹത്തിൽ എല്ലാ ബഹുസ്വരതയും നടുവിലാണ് അവർ പ്രവർത്തിക്കുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വിധം അവരുടെ സ്വീകാര്യത പൊതുസമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആ സ്വീകാര്യതയ്ക്ക് കോട്ടം തട്ടാതെ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് അവരുടെ ആവശ്യമാണ്. അതിന് ഈ പറഞ്ഞ പോലെ തമ്മിലടിക്കുന്ന മതസംഘടനകളെക്കാൾ കുറച്ചുകൂടെ ഭേദമാണ് അവരുടെ നിലപാടുകൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. കാരണം ഇല്ലെങ്കിൽ ഇതിനെ തുടർന്ന് മുസ്ലിങ്ങളും പിന്നെ അതിൻ്റെ പരമ്പരാഗതവും ചരിത്രവും അങ്ങ് മദീനയിൽ വിശ്രമിക്കുന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ ആക്ഷേപിക്കാനും മറ്റു പലതും പറയാനും ഒരുപാട് പേർ രംഗത്തിറങ്ങുമായിരുന്നു. മതത്തിൻ്റെ ജോലിയാണ് ചെയ്യേണ്ടത്. രാഷ്ട്രീയം അവരുടെ ഭരണഘടനാപരമായ ദൗത്യം നിർവഹിക്കട്ടെ.